വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബട്ടർഫ്ലൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് തുണി കഴുകാൻ പോകണം. അപ്പൊ ഇതിലെന്തോ വലിയ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുണി കഴുകുന്ന 5ാമത്തെ നിലയിൽ പോവുകയാണ്. കാരണം ഇവിടെ ഒന്നും ഇല്ല, അപ്പുറത്തെ ബിൽഡിംഗിൽ ഏറ്റവും മണ്ടയ്ക്കാണുള്ളത്. അപ്പം അവിടുത്തെ വ്യൂ ഭയങ്കര അടിപൊളി വ്യൂ ആണ്. നമ്മൾ മാക്സിമം കാണിക്കാൻ ശ്രമിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ അത്രയും ക്ലാരിറ്റി കുറവാണ്. നമ്മൾ മാക്സിമം നമ്മളത് അടിപൊളിയായിട്ട് കാണിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. അപ്പം ഞങ്ങൾ തുണി കഴുകാൻ പോലുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുണി കഴുകാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കംഫർട്ട് എടുക്കണം, അത്രേ ഉള്ളൂ. സോപ്പ് എടുത്തു, ക്ലിപ്പ് എടുത്തില്ല, ക്ലിപ്പ് എല്ലാം വന്നിട്ട് അവസാനം പറയാം ക്ലിപ്പ് എടുത്തില്ല. എന്തുവാ ഇവളൊക്കെ ഇങ്ങനെ? അങ്ങനെയാണ്, അങ്ങനെ ഓട്ടാണ്. അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്യുമോ? ഞാൻ ഇപ്പോഴും അറിയുന്നു ഇങ്ങനെയുള്ള മനുഷ്യർക്ക് ഇപ്പോഴും ഉണ്ടെന്ന്. കണ്ടില്ല ഓരോരുത്തർ കോപ്രായങ്ങൾ. എല്ലാം വേണം ലില്ലി. കുറച്ച് കുടിയടി വാരി അവളെ കുടിക്കാൻ തന്നെ വാരി കുടിക്കാൻ. അതേ കണ്ടോ അവളെ എടുക്കുന്നത് കുടിക്കാൻ പോകുന്ന സിപ്പടിക്കും. എനിക്ക് സിപ്പ് മോളെ കഴിച്ചത് കുടിയടി. നീ സിപ്പടി, നീ ഇത്ര സിപ്പടി. അവക്ക് പറ്റത്തില്ല, അവക്ക് പറ്റത്തില്ല. ഞാൻ തന്നെ ഈ സിപ്പ് അടിക്കണം അവർക്ക്. നിങ്ങൾ ചിന്തിക്കും നമ്മൾ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന്. നമ്മൾ ഈ ചെറിയ ബോട്ടിലിനകത്തോട്ട് ആക്കുന്നതിന്റെ കാരണം ഇത്രയും വലിയ കുട്ടി 5 നില വരെ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങളെ കാറ്റ് പോത്തേ ഉള്ളൂ. അപ്പൊ പിന്നെ ചെറിയ ബോട്ടിൽ. അത് മാത്രമല്ല, ഞങ്ങളുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒഴിക്കാനും കലക്കാനും ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ കോരി ഒഴിച്ചുകൊണ്ടിരിക്കും. അതിനെക്കാളും ഇച്ചിരി കൊണ്ടുപോകുന്നതായിരിക്കും. സമയോ എന്തിനാടി? സമയം ഇപ്പൊ ഏകദേശം കാണാൻ പറ്റുന്നില്ലടി. ആവേശത്തിൽ താഴെ വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ബിൽഡിങ്ങിലാണ് ഞങ്ങൾ കഴുകാൻ പോകുന്നത്. ഏറ്റവും മണ്ടേക്ക് ആ ഷീറ്റ് ഇട്ടേക്കുന്നില്ല, അവിടെ നമ്മൾ കഴുകാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ യാത്ര തുടങ്ങുന്നത് ഇത്രയും വലിയ ആവേശത്തിൽ ഇവിടെ ഇനി അങ്ങോട്ട് പോകുന്നതാണ് വലിയ പാട്. നമ്മൾ എങ്ങോട്ട് പോവുകയാണ്? തുണി കഴുകാൻ പോവാണ് ജി. കൊലങ്ങൻ കുട്ടാ പോവാ. നമ്മുടെ സ്റ്റെപ്പ് വെക്കുന്നതിന്റെ പുറമാണ് ഭയങ്കര ആവേശത്തിൽ ചാടി കയറി മണ്ട വെച്ചു. പകുതി വരെ എത്തിയിട്ട് നമ്മൾ കഴിക്കും. ഇങ്ങനെ ഇനിയുണ്ടായിരുന്നോ കയറാം. അത് നല്ലത്. എന്തോ സ്വന്തമായിട്ട് ചിരിച്ച് സ്വന്തമായിട്ട് കാര്യം നൽകേണ്ട ആദ്യത്തെ മനുഷ്യർ എന്നെ ചുമ്മാ അടിക്കാൻ. മക്കള് കയറി പൊട്ടിച്ചോണ്ട് പോകുന്നത്. ഇപ്പൊ തന്നെ നമ്മളെത്ര 3ാമത്തെ നിലയിലങ്ങാണ്ട് 4 കണ്ടായി. അപ്പൊ നമ്മള് മണ്ടയ്ക്ക് എത്തുകയാണ്. കഴുകി വരുന്നില്ലേ? ശരിയാ. കണ്ട കേസ് നമ്മൾ ഇത്രയ്ക്ക് മണ്ടയ്ക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പെർമിഷൻ ഉണ്ട്, സീനിയേഴ്സ് ആയിരുന്നു. അങ്ങോട്ട് പോകണ്ട, നമുക്ക് നേരെ പോകാം. അയ്യോ കുഴഞ്ഞു ഗൈസ്, കുഴഞ്ഞു. അപ്പോൾ ഗായ്സ് ഒരു പറ്റി ആൾക്കാർ മണ്ടയ്ക്കെത്തി. ഇപ്പോൾ ഗായ്സ് ഇപ്പൊ ഇവിടെ ഒന്നും ആരുമില്ല. ഇവിടെ ഒന്നും ആരുമില്ല. ഞാനിവിടെ മാത്രമാണ് ഇപ്പൊ ഇവിടെ കയറിയിരിക്കുന്നത്. കണ്ടോ ഭയങ്കര തണുപ്പാണ്. ഇവിടെ രാവിലെ എഴുന്നേക്കാൻ പറ്റത്തില്ല. അതാണ് കാഴ്ച, ഇവിടെ ഭയങ്കര തണുപ്പ് മഞ്ഞ. ഞങ്ങൾ 8 മണിക്ക് അലാറം വെച്ച് എഴുന്നേൽക്കും. എന്നിട്ടുണ്ടല്ലോ നമ്മൾ സമയം എടുത്ത് നോക്കിയിട്ട് പറയാം 8 മണി ആയതുള്ളൂ. ഇപ്പോഴും എന്നെ 8:30ക്കാണ് ബസ്സിൽ ഫുഡ് കൊടുക്കുന്നത്. അതിന് മുമ്പ് അവിടെ എത്തണം. 8 മണി ആയതല്ലേ ഉള്ളൂ. ഇപ്പോൾ പോട്ടെ, 8:10 ആവട്ടെ. നമ്മളെന്താ ചെയ്യും? ഫോൺ ഓഫ് ചെയ്ത് വെച്ചാൽ അലാറം 8:10 വെക്കുക, ഓഫ് ചെയ്യുക, കിടന്ന് ഉറക്കുക. തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം 2 3 ഫാൻ ഇട്ടാൽ പോലും നമ്മളിങ്ങനെ അതാണ് കാഴ്ച ഇവിടുത്തെ അവസ്ഥ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇതിന്റെ ഫ്രണ്ടിൽ വ്യൂ കാണിച്ചു തരാം.
അതേപോലെ ഗായ്സ് ഇത് കണ്ടോ, ഞാൻ നല്ലപോലെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. നമ്മുടെ ഇവിടുത്തെ വ്യൂ എന്നൊക്കെ പറയുമ്പോഴേ നല്ല അടിപൊളിയാണ് മണ്ടയ്ക്ക് നിന്ന് കാണാൻ. കണ്ടോ ഗായ്സ്, നിങ്ങൾക്ക് ഇതിനകത്തൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ, എന്നെ ഇപ്പോഴേ കണ്ട് വിളിക്കാണ്, വീഡിയോ എടുത്ത് കഴിഞ്ഞെങ്കിൽ നിനക്കൊന്ന് ഇങ്ങോട്ട് വരാം. എന്നെ ചുമ്മാ കണ്ട് നിർത്തിയിട്ട് ഇതിനുള്ള പണി മെയിൻ എനിക്ക് മനുഷ്യപ്പറ്റുണ്ടോ, നീ കുറച്ച് പണി ചോദിക്കുന്നത്. കണ്ടോ ഗായ്സ്, എന്റെ കൊച്ചു തുണി കഴുകുന്നേ. കഴിവിക്കോ എന്താടി ഗായ്സ്, എന്റെ കൊച്ചിന് നല്ല കുട്ടിയായിട്ട് ഇത് തുണി കഴുകാൻ അടയ്ക്കുന്ന ലീക്ക് വരെ തെറിഞ്ഞാക്കി. എവിടെയൊക്കെയാണോ ദൈവമേ ഞാൻ തുണി കഴുകാൻ ഏൽപ്പിച്ചെന്ന് ആലോചിക്കുമ്പോഴേ എനിക്ക് കണ്ണീര് വരുന്നത്. കണ്ണീര് ഞാൻ കരയാൻ കൂടെ വേണോ ഗായ്സ്? എനിക്ക് എത്ര കാണിച്ചിട്ട് മതിയാവുന്നില്ല നിങ്ങൾ ഈ ഒരു വ്യൂ. ശരിക്കും നേരിടുമ്പോൾ എന്ത് കിട്ടില്ല ഏതോ ഇല്ല ബിൽഡിംഗ് ഒക്കെ കണ്ടോ, ഇല്ല കാണുന്ന ബിൽഡിംഗ് കണ്ടോ ഗായ്സ്, കണ്ടോ അവസ്ഥ കണ്ടോ, അത് അടിപൊളിയാണ് അത് കാണാൻ. ശരിക്കും നൈറ്റ് വ്യൂ എന്തോ ഒരു അല്ലാത്ത ബിൽഡിംഗ് ഞാൻ തോന്നുന്നു. ശരിക്കും കാണാൻ നല്ല കിട്ടില്ലാണ് ഗായ്സി. അതേപോലെ ഇവിടെയുള്ള വ്യൂ ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ ആസ്വദിക്കേണ്ട ഒരു പ്രാവശ്യം സി ഇതേ അവിടെ കണ്ടോ, അവിടെ തൊട്ടടുത്തായിട്ട് ടെമ്പിൾ ഉണ്ട്, അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് മാറിയിട്ട് എന്താ പറയുക അമ്പലം ഉണ്ട്, അതേപോലെ അതിന്റെ തൊട്ടപ്പുറത്ത് ക്രിസ്ത്യൻ പള്ളിയുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്, എല്ലാം ഉണ്ട് ഗായ്സ്. ഇവിടെ എല്ലാം ഉണ്ട്, അടിപൊളിയാണ്. എല്ലാം അടുത്തിട്ട് നോക്കാം. ഇങ്ങനെ നല്ല ഭയങ്കര സാർ ഞങ്ങൾക്ക് ഈ പറയും അറിയില്ലാത്ത പണികളിലൊക്കെ ഏർപ്പെട്ട് ഓരോരുത്തരും അഴുവേനെ എടുത്തിരിക്കുന്നു ഗായ്സ്. അവളെ വെള്ളം പോലും എടുക്കുന്നു. അത് കാണിക്കുന്നതിന് കുഴപ്പമില്ല, ഞാൻ പറയുന്നതാണ് പ്രശ്നം. ഓടി ഫോൺ മൊത്തം വെള്ളം ഞാൻ തുടച്ച് മാറ്റിട്ട് തെറിപ്പിക്കാണോ വെള്ളം അങ്ങ് തെരച്ചൊക്കെ എനിക്ക് എന്താണ് ഇത്രയും അപ്പൊ നമ്മള് തുണിയെല്ലാം വിരിച്ചിട്ട് കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങള് ഇനി നമ്മള് താഴോട്ട് പോകണം. അതാണ് കാലുവൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പൊക്കിക്കൊണ്ട് കൊച്ച്. അപ്പം കാലുവൊക്കെ ആയതുകൊണ്ട് പൊക്കിക്കൊണ്ട് അവരെ പാടൊന്നും കാണത്തില്ല. അത് ശരിക്കും പോവല്ലേ വാ. അതായത് ഒരു കള്ളി എന്ന പേരിൽ ഇവിടെ ചെറിയൊരു ഇതുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റും. അവിടെ നിങ്ങൾ കള്ളി അവിടെ താഴെ നിർത്തിയാലാണ് ഇപ്പൊ എന്റെ വെള്ളം കോരി വെച്ചിട്ട് ഒരൊറ്റ പോക്കങ്ങ് പോയത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കണ്ടാണ് ഞാൻ മൊത്തം കളി കളിക്കുന്നത്. അപ്പൊ കളിച്ച് കുളിച്ച് ഇതൊക്കെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെയാണ് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണമെങ്കിൽ കളിയുണ്ട്, അടിയുണ്ട്, അതിനിടയ്ക്ക്. അപ്പൊ ഗായ്സ് this video wind up by butterflies. Bye. അപ്പൊ ഗായ്സ് നമ്മുടെ വീഡിയോ ഇന്നോടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് ഉള്ളൂ. വീഡിയോ കാണാൻ ഞങ്ങളുടെ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും ബെല്ലൈക്കൺ ഉറപ്പായിട്ട് എനേബിൾ ചെയ്യുക. അപ്പൊ നമ്മുടെ വീഡിയോ വരുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. അപ്പൊ ബൈ.